പത്തനംതിട്ടയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ മകനും പെൺസുഹൃത്തും അറസ്റ്റിൽ. പത്തനംതിട്ട കടപ്ര സ്വദേശി ടിജോ തോമസ്, കൊല്ലം ശക്തികുളങ്ങര സ്വദേശിനി റിൻസിമോൾ എന്നിവരാണ് പിടിയിലായത്. 75 വയസ്സുള്ള പൊന്നമ്മ തോമസ് ആണ് കൊല്ലപ്പെട്ടത്. പൊന്നമ്മയുടെ മൃതദേഹം കുമ്പനാട് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് പോലീസിന് അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, എന്താണ് ഈ കൊലപാതകത്തിന് കാരണം? ഈ ആശുപത്രിയിൽ വിളിച്ചറിയിച്ചത് ഇവരാണോ? കീർത്തന, ഈ പോലീസിന് ലഭിച്ച അജ്ഞാത ഫോൺ സന്ദേശമാണ് ഈ ഒരു സംഭവത്തിന്റെ ചുരുൾ അഴിച്ചത്. കഴിഞ്ഞ ദിവസം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ സന്ദേശം വന്നു. അതിൽ പറഞ്ഞത് കുമ്പനാട് ഫെലോഷിപ്പ് എന്ന സ്വകാര്യ ആശുപത്രിയിൽ ഒരു മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് 75 വയസ്സുള്ള പൊന്നമ്മ തോമസ് എന്ന വയോധികയുടെ മൃതശരീരമാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഈ ഫോൺ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഈ കോയിപ്പുറം SI പങ്കജ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലേക്ക് എത്തി. അവിടെ ഈ മൃതദേഹം വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അപ്പോൾ തന്നെ പോലീസിന് അസ്വാഭാവികതകൾ തോന്നിയിരുന്നു. ഉടൻ തന്നെ ഈ SI DSPയെയും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയെയും വിവരം അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി ഉടൻ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അതിനുശേഷം അന്വേഷണം ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ വയോധികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. ഇൻക്വസ്റ്റ് നടപടി ചെയ്തപ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ള ഒരു സംശയം പോലീസിന് തോന്നിയിരുന്നു. അത് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചപ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. പിന്നീട് ഈ വയോധികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ബന്ധുക്കൾ ആരൊക്കെയാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയി. ഈ മരണപ്പെട്ട പൊന്നമ്മ തോമസിനോടൊപ്പം താമസിച്ചിരുന്ന മകൻ ടിജോ തോമസിലേക്ക് അന്വേഷണം എത്തി. ഇയാൾക്ക് 37 വയസ്സാണ് പ്രായം. ടിജോ തോമസിനെ കസ്റ്റഡിയിൽ എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാൾ ഭാര്യയിൽ നിന്നും പിണങ്ങി മാറി മറ്റൊരു പെൺസുഹൃത്തുമായി താമസിക്കുകയായിരുന്നു. അത് റിൻസിമോൾ എന്ന സ്ത്രീയാണ്. 37 തന്നെയാണ് അവർ. ഇവരെ രണ്ടുപേരെയും വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകമാണ് അവിടെ നടന്നതെന്ന് മനസ്സിലായത്. 6 മാസത്തിലധികമായി ഈ റിൻസിമോൾ എന്ന പെൺസുഹൃത്ത് ഈ ടിജോ തോമസിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇവർ തമ്മിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു വഴക്ക് നടന്നിരുന്നു. ഇതിന് തടസ്സം പിടിക്കാൻ മാതാവ് എത്തി. അങ്ങനെ മാതാവിനോട് വൈരാഗ്യം തോന്നുകയും ഈ മകനായിട്ടുള്ള ടിജോ തോമസ് അമ്മ പൊന്നമ്മ തോമസിനെ നെഞ്ചിൽ തൊഴിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ശരീരമാസകലം ഇടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ മകൻ പറയുകയും ചെയ്തു. ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ നിർണായകമായിട്ടുള്ള ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ ഒരു അജ്ഞാത സന്ദേശം ഫോണിൽ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊരു അസ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മകനെ കസ്റ്റഡിയിലെടുക്കുകയും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ ചുരുളഴിയുകയും ചെയ്തത്. കീർത്തന, ശരി, നെഞ്ചിൽ ചവിട്ടി ശ്വാസം മുട്ടിച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. മകനും പെൺസുഹൃത്തുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പ്രവീൺ പുരുഷോത്തമനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.